സുഗമോ ദേവി. ചില മനുഷ്യർ മരിക്കില്ല, അവർ ഓർമ്മകളായി ജീവിക്കും. ഇന്ന് യാദൃശ്ചികമായി 1986 പുറത്തിറങ്ങിയ സുഗമോ ദേവി കാണാനിടയായി. വേണു നാഗവള്ളി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായ സൈമൺ മാത്യുവിൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഈ സിനിമയുടെ ആത്മാവ് പിറന്നതെന്ന് പറയപ്പെടുന്നു. സൈമൺ മാത്യു തിരുവനന്തപുരത്തിൻ്റെ രാജവീഥികളിലൂടെ ഉച്ചത്തിൽ പാട്ടും പാടി ബൈക്കിൽ കാറ്റിനെ പോലെ പാഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ചെറുപ്പമായിരിക്കെ തന്നെ ജീവിതം ആഘോഷിച്ചു തീർത്ത ഒരാൾ. കായികരംഗത്തും സംഗീതത്തിലും ഒരുപോലെ തിളങ്ങിയ വ്യക്തിത്വം. തിരുവനന്തപുരം ടെന്നീസ് ക്ലബിൻ്റെ അഭിമാനമായിരുന്ന ടെന്നീസ് താരം. സുഹൃത്തുക്കൾക്കിടയിൽ ഏതിനും മുന്നിൽ നിന്നിരുന്ന ധൈര്യശാലി. പക്ഷേ വിധിക്ക് മറ്റൊരു തിരക്കഥയായിരുന്നു. 1971 നവംബർ 28 വെറും 24-ാം വയസ്സിൽ കവടിയാർ വെള്ളയമ്പലം റോഡിലുണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ ആ ജീവിതം അവസാനിച്ചു. ആ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് സുഗമോ ദേവിയിലെ സണ്ണി. മോഹൻലാൽ അനശ്വരമാക്കിയ ആ കഥാപാത്രം. ആ കഥാപാത്രം മാത്രമല്ല, ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ഓർമ്മയാണ്. സിനിമയിലൊരു രംഗമുണ്ട്. പ്രണയവും സൗഹൃദവും നിറഞ്ഞ നിമിഷങ്ങൾക്കിടയിൽ പെട്ടെന്ന് കേൾക്കുന്ന ഒരു വാചകം: വക്കീൽ സാറിൻ്റെ മകൻ സണ്ണി ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ചു. ആ ഒറ്റ ഡയലോഗ് മതി പ്രേക്ഷകന്റെ ഹൃദയം തകർക്കാൻ. അതുവരെ ചിരിപ്പിച്ചും സ്വപ്നം കാണിച്ചും നടന്ന സിനിമ ഒരു നിമിഷം കൊണ്ട് നിശബ്ദമാകുന്നു. ആ സിനിമയിലെ ഓരോ കഥാപാത്രവും മനസ്സിൽ തങ്ങി നിൽക്കുന്നവരാണ്. സണ്ണിയും താരയും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കപ്പിൾ ഗോൾസ്. പ്രണയത്തെ അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ജീവിച്ചവർ. കാമുകിയുമൊപ്പം ബാറിലിരുന്ന് സണ്ണി പറയുന്നൊരു ഡയലോഗുണ്ട്: സകല തൊട്ടിത്തരങ്ങളുമായി ജീവിക്കുന്ന കാമുകൻ. കാമുകന് ചാർമിനാർ സിഗരറ്റിൻ്റെ ഗന്ധമാണല്ലേ. ബാറിലിരുന്ന് കൊച്ചു വർത്താനം പറയുന്നതാണ് എനിക്കിഷ്ടം. ഇതെല്ലാം സഹിക്കുന്ന കാമുകിയെ അവൻ പരസ്യമായി കെട്ടിപ്പിടിക്കും. നന്ദനും ദേവിയും ഒരുമിച്ചുള്ള ഒരു കുഞ്ഞു ജീവിത സ്വപ്നം കണ്ടവരാണ്. എന്നാൽ സണ്ണിയുടെ മരണം കൊണ്ട് രണ്ട് പ്രണയങ്ങളും രണ്ട് ദിശകളിലേക്ക് പിരിഞ്ഞുപോയി. ദേവി അച്ഛൻ്റെ എതിർപ്പിന് മുന്നിൽ തൻ്റെ പ്രണയം മനസ്സിലടക്കം ചെയ്ത് ഡോക്ടർ വേണുഗോപാലിൻ്റെ ജീവിതത്തിലേക്ക് കടക്കുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ നന്ദനോടൊപ്പം കണ്ട സ്വപ്നങ്ങൾ ഇന്നും ജീവിക്കുന്നു. സണ്ണിയുടെ വേർപാടിന് ശേഷം താര മറ്റൊരാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം സണ്ണി അവൾക്കൊരു കാമുകൻ മാത്രമായിരുന്നില്ല, ഭർത്താവിനെ പോലെ ആത്മാവിനോട് ചേർന്ന ഒരാളായിരുന്നു. സണ്ണിയെ മറന്ന് മറ്റൊരാളെ സ്നേഹിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. എന്നാൽ സ്വന്തം ചേട്ടൻ്റെയും സണ്ണിയുടെ കുടുംബത്തിൻ്റെയും നിർബന്ധത്തിന് മുന്നിൽ മനസ്സില്ലാ മനസ്സോടെ നന്ദൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു ചെല്ലുന്നു. നന്ദനും താരയും ഒന്നിക്കുന്നത് പ്രണയത്തിൻ്റെ വിജയമല്ല, ജീവിതത്തിൻ്റെ നിർബന്ധമാണ്. രണ്ടുപേരും അവരുടെ നഷ്ടങ്ങളുടെ ഓർമ്മകളുമായി ജീവിക്കാൻ പഠിക്കുന്നു. ഈ കഥയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് വിനോദ്, സണ്ണിയുടെ നിഴൽ പോലെ നടന്ന ആത്മസുഹൃത്ത്. സണ്ണിയുടെ അവസാനത്തെ നിമിഷം വരെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ. സണ്ണിയുടെ മരണത്തോടെ അവന് സ്വന്തം ശബ്ദം പോലും നഷ്ടപ്പെട്ടതുപോലെയാകുന്നു. ദിവസവും സണ്ണിയുടെ കല്ലറയിലെത്തി പൂക്കൾ അർപ്പിക്കുന്നു. അവൻ മരിച്ചിട്ടില്ല, എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന വിശ്വാസം മാത്രമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ ജോഗിങ്ങിനിറങ്ങുന്ന ക്യാപ്റ്റൻ. സണ്ണിയുടെ വേർപാടിന് ശേഷം സണ്ണി, നന്ദൻ, വിനോദ് കൂട്ടുകെട്ടിൻ്റെ കളിതമാശകൾ ഇല്ലാതായതോടെ ക്യാപ്റ്റൻ ആരോടും സംസാരിക്കാതെ പഴയ ഊർജമെല്ലാം നഷ്ടപ്പെട്ട ഒരാളായി മാറുന്നു. അവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്: ചില മനുഷ്യർ മരിക്കുമ്പോൾ അവരോടൊപ്പം ഒരു കൂട്ടം മനുഷ്യരുടെ ചിരിയും സ്വപ്നങ്ങളും ജീവിതത്തിൻ്റെ നിറങ്ങളും കൂടി മരിക്കുന്നു. സിനിമ കഴിഞ്ഞിട്ടും അതിൻ്റെ ഹാങ് ഓവറിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയുന്നില്ല. അറിയാതെ മനസ്സ് ഒരേ ഒരു പ്രാർത്ഥന ആവർത്തിക്കുന്നു: സൈമൺ മാത്യു അന്ന് മരിച്ചില്ലായിരുന്നെങ്കിൽ, ഇന്നും അദ്ദേഹം നമ്മോടൊപ്പം ജീവനോടുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ചിലർ വർഷങ്ങളുടെ കണക്കുകളിൽ ജീവിക്കുന്നില്ല. അവർ ജീവിക്കുന്നത് മനുഷ്യരുടെ ഓർമ്മകളിലാണ്.
സൈമൺ മാത്യുവും അങ്ങനെ തന്നെയാണ്. സുഗമോ ദേവി എന്ന സിനിമ അവസാനിക്കുന്നിടത്തല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത്. ഓരോ തവണയും ആ സിനിമ കാണുന്ന ഓരോ ഹൃദയത്തിലും അദ്ദേഹം വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നു.